എല്ലാവർക്കും നമസ്കാരം. സുഖമില്ല എല്ലാവർക്കും? ഇവിടെ നമ്മൾ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമുക്ക് നമ്മളുടെ പ്രിയപ്പെട്ട വസ്തി മമ്മി ഇന്ന് കാണിച്ചു തന്നിട്ടുള്ളത് എഗ്ലെസ് ബട്ടർ മിൽക്ക് ഫ്രൂട്ട് കേക്കാണ്. ഇപ്പം നിങ്ങൾക്ക് തോന്നാം, അയ്യോ ന്യൂ ഇയറും കഴിഞ്ഞു, ക്രിസ്മസും കഴിഞ്ഞു, എന്നിട്ടാണോ ഇവർ കേക്ക് ഇടുന്നത് എന്നുള്ളത് അല്ലേ? പക്ഷേ കേക്കിന് അങ്ങനെ പ്രത്യേകിച്ച് ദിവസങ്ങളും മാസങ്ങളും വല്ലതും ഉണ്ടോ? നമുക്ക് എപ്പോൾ കിട്ടിയാലും നമ്മൾ കേക്ക് കഴിക്കാറുണ്ട് അല്ലേ? നമ്മളുടെ പ്രിയപ്പെട്ട വസ്തി മമ്മി കാണിച്ചു തന്നിട്ടുള്ള ഈ കേക്ക് അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെന്താ വിശേഷം? എല്ലാവരും ന്യൂ ഇയറൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളുടെയും ന്യൂ ഇയർ എല്ലാം ഗംഭീരമായിട്ട് പോയി കേട്ടോ. നമുക്ക് നമ്മളുടെ പ്രിയപ്പെട്ട വസ്തി മമ്മി കാണിച്ചു തന്നിട്ടുള്ള നമ്മളുടെ ഫ്രൂട്ട് കേക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. കുഞ്ഞു ടിപ്സ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കിടിലനായിട്ടുള്ള കേക്ക് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കാൻ മറക്കരുത്. ഞാൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. മൈദ, ഡ്രൈ ഫ്രൂട്ട്സ്, ടൂട്ടി ഫ്രൂട്ടി, സിന്നമൺ പൗഡർ, ജിഞ്ചർ പൗഡർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, പിന്നെന്താ മെൽറ്റഡ് ബട്ടർ, തൈര്, നല്ല കട്ട തൈര് വേണം കേട്ടോ, വാനില എസൻസ്, ഉപ്പ്, ബ്രൗൺ ഷുഗറിൻ്റെ നിർബന്ധമാണ്, ക്ലോവ് അതായത് കരയാമ്പൂ. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. ബ്രൗൺ ഷുഗറും കരയാമ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് പൊടിക്കുക കേട്ടോ. നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുമതേ. ടൂട്ടി ഫ്രൂട്ടി നമുക്ക് ഏതൊക്കെ വേണോ അത് നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മളെ ഇഷ്ടത്തിന് എടുത്ത് വെക്കാം. ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണം കേട്ടോ. അത് വലിയ പീസാക്കി ഇടരുത്, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടേ നമ്മളത് ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. ഒരു ബൗൾ എടുക്കുക. ആ ബൗളിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുക്കുക. അതായത് മൈദ, സിന്നമൺ പൗഡർ എന്ന് പറഞ്ഞാൽ പട്ടപ്പൊടിയാണ് കേട്ടോ, ഉപ്പ്, ജിഞ്ചർ പൗഡർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചില്ലേ ബ്രൗൺ ഷുഗർ പ്ലസ് കരയാമ്പും കൂടി ചേർത്തിട്ട് അതെല്ലാം കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വൃത്തിയുള്ള കൈ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്യണത് എന്തിനാണെന്നറിയോ? അല്ലെങ്കിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇത് അവിടെ ഇങ്ങനെ കൂടി കിടക്കും. എല്ലാ ഭാഗത്തേക്കും ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒരുപോലെ വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. വേറൊരു ബൗളെടുക്കുക. ആ ബൗളിലേക്ക് വാനില എസൻസും നമ്മൾ എടുത്ത് വെച്ച കട്ടത്തൈരുണ്ടല്ലോ അതും ബട്ടറും കൂടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ അതെല്ലാം കൂടി ഇട്ടിട്ട് മെല്ലെ ഒന്ന് യോജിപ്പിച്ച് വെക്കുക. ഇതിൻ്റെ എല്ലാം മെഷർമെൻറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേ അളവിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തൈരിൻ്റെ ക്വാളിറ്റി ഒക്കെ ഇതുപോലെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടും. ഇനി അതല്ല കുറച്ച് കട്ടിയായി പോയെങ്കിൽ കുറച്ച് പാല് ചേർത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലത്തെ കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് നമ്മളെപ്പോഴും ഇളക്കി കൊടുക്കേണ്ടത് കേട്ടോ. ഇതാണ് പാർച്ച്മെൻറ്റ് പേപ്പർ. ഇത് എല്ലാ ഷോപ്പിലും നമുക്ക് കിട്ടും കേട്ടോ. ഒരു ലോഫ് പാൻ എടുത്തിട്ട് അതിലേക്ക് അതേ അളവിലേക്ക് ഈ പാർച്ച്മെൻറ്റ് പേപ്പർ നല്ലതുപോലെ വെക്കുക. രണ്ട് സൈഡും കുറച്ച് നീട്ടി വെക്കുകയെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. എന്നിട്ട് അതിൽ ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എടുത്ത് വെച്ച ബാറ്റർ ഉണ്ടല്ലോ അത് ആ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ലോഫ് പാൻ തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് റൗണ്ട് പാൻ ആണെങ്കിലും മതിയാവും കേട്ടോ. പക്ഷേ ഈ ബട്ടർ കേക്ക്, ഫ്രൂട്ട് കേക്ക് ഒക്കെ നമ്മൾ അധികം ഇങ്ങനത്തെ പാനിലാണ് ഉണ്ടാക്കുക അല്ലേ. കാണാനും ഭംഗി ഇതാണ്, കട്ട് ചെയ്യാനും എളുപ്പവും ഇതാണ്, വൃത്തിയായിട്ട് കിട്ടും നമുക്ക്. എല്ലാ ഭാഗവും ഒരേപോലെ ആക്കി വെക്കുക. ഈ സമയത്ത് 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത OTGയിലേക്ക് നമ്മളുടെ പാൻ എടുത്ത് വയ്ക്കുക.
50 മിനിറ്റ് മുതൽ 60 മിനിറ്റ് വരെയാണ് കേട്ടോ ബേക്കിംഗ് ടൈം. അപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞാൽ ഫ്രണ്ട് പോർഷൻ ബാക്കിലേക്കും ബാക്ക് പോർഷൻ ഫ്രണ്ടിലേക്കും ആക്കി വെക്കാൻ മറക്കരുത്. അപ്പോൾ ഒരേപോലെ അത് വെന്ത് കിട്ടും കേട്ടോ. നമ്മളത് പുറത്തേക്ക് എടുത്ത് വെച്ച ശേഷം ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നടുവിലൊന്ന് കുത്തി നോക്കുക. അപ്പോൾ ടൂത്ത് പിക്കിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ കേക്ക് റെഡിയായി എന്നാണ് അർത്ഥം. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റ് വെക്കേണ്ടി വരും കേട്ടോ. ഒന്ന് ആറിയ ശേഷം 4 ഭാഗത്തും ഇതുപോലൊരു കത്തി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ പേപ്പർ കണ്ടോ കുറച്ചിങ്ങനെ പൊന്നിച്ച് വെച്ചപ്പോൾ നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. ഒട്ടും തന്നെ അത് പൊട്ടിപ്പോവില്ല കേട്ടോ. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് തണുത്ത ശേഷം മാത്രമേ കട്ട് ചെയ്യാവൂ കേട്ടോ. ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. കാരണം ഡ്രൈ ഫ്രൂട്ട്സ് ആണ്, ബട്ടറാണ്, ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇത് എല്ലാ പിള്ളേർക്കും ഇഷ്ടാവുകയും ചെയ്യും. നല്ല ടേസ്റ്റും ഉണ്ട്. കാരണം ഒരുപാട് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ടുണ്ട്, ബട്ടർ ഉപയോഗിച്ചിട്ടുണ്ട്. ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അയ്യോ ക്രിസ്മസ് കഴിഞ്ഞല്ലോ, ന്യൂ ഇയർ കഴിഞ്ഞല്ലോ എന്നൊന്നും വിചാരിക്കരുത്. ഇത് എളുപ്പമാണ് ഉണ്ടാക്കാൻ കേട്ടോ. ഇതിൻ്റെ മെഷർമെൻറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നമ്മളെ കുട്ടികൾക്ക് ഇഷ്ടാവുകയും ചെയ്യും. അപ്പോഴെന്താ, പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു. എല്ലാവർക്കും ഒന്നും കൂടി എൻ്റെയും മാമയുടെയും വക ഹാപ്പി ന്യൂ ഇയർ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.